ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളുകളായി തോന്നുന്നു നമ്മൾ കുറച്ച് ഇങ്ങനത്തെ വീഡിയോസ്, അതായത് വർക്ക് റിലേറ്റഡ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഫൈനലി ഞാൻ നാട്ടിലെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വർക്കുകളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇനി കണ്ടിന്യൂസ് ഉള്ള വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സെറി ത്രെഡ് വേണം. പിന്നെ അതുപോലെ തന്നെ തുളിപ്പിൻ്റെ നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. തുളിപ്പിൻ്റെ നീഡിൽ സെറി ത്രെഡ് ചെയ്യാൻ നമ്പർ 14.5 ആണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ബീഡ്സ് ചെയ്യാനാണ് 24 ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 14ൻ്റെ നീഡിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സെറി ത്രെഡ് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. കുറേ പേർക്ക് സംശയമാണ് ഈ എന്താ പറയുക, ഈ ബ്ലൗസിലും ഒക്കെ എന്തിനാണ് ഈ ഒരു സെറി ത്രെഡ് വെച്ചിട്ട് ആദ്യം തന്നെ ഔട്ട്ലൈൻ കൊടുക്കുന്നതെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുന്ന ടൈമിൽ ഒരു എന്താ പറയുക, തയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ സെറി ത്രെഡ് ഇങ്ങനെ കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്ന സ്റ്റിച്ചിങ് സെൻറ്ററിലെ ചേച്ചിക്ക് നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ചെറിയൊരു ഇതായിട്ട് കൊടുക്കുമ്പോൾ ഒരു 2 പോയിൻ്റൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് തയ്ക്കാനും കുറച്ച് എളുപ്പമാണ്. പിന്നെ നമുക്കാണെങ്കിലും ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് എളുപ്പമാണ്. പിന്നെ ബീഡ്സ് അതിനോട് ചേർത്ത് തുന്നിയെടുക്കാനായിട്ട് ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ലൈൻ സെറി ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയിൻ സ്റ്റിച്ചിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ സിക്സാഗ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ്. നമ്മൾ ക്രോസ് ആയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ക്രോസ് ആയിട്ടാണ് സിക്സാഗ് ചെയ്യുന്നത്. പിന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല തിക്കായിട്ടിരിക്കും. കുറച്ചൊരു കട്ടിക്ക് കിടക്കും അവിടെ, ഒരു എന്താ പറയുക, ശരിക്കും ഒരു വരമ്പ് പോലെ അതിർത്തി പോലെ അവിടെ കിടന്നോളും. അപ്പോൾ അതിനോട് ചേർത്തിട്ടാണ് നമ്മൾ ബീഡ്സ് തുന്നുന്നത്. ഞാൻ ഇതിൽ ഗോൾഡൻ ഷുഗർ ബീഡ് യൂസ് ചെയ്യുന്നുണ്ട്. 2 യൂസ് ചെയ്യുന്നുണ്ട്. കാരണം A-സ്റ്റാർ ആണ് ഞാൻ ലാസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ കയ്യിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എന്നാലും ഞാൻ ജബ്ലോ മാക്സും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. സെയിം തന്നെയാണ്, ഒരുപോലെ തന്നെയാണ് തുന്നുമ്പോൾ ഇരിക്കുക. പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക, ചെറിയൊരു കളർ വ്യത്യാസം ജബ്ലോ മാക്സും A-സ്റ്റാറും തമ്മിലുണ്ട്. നല്ല ഗോൾഡൻ കളറാണ് വേണ്ടെങ്കിൽ നമുക്ക് A-സ്റ്റാർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ A-സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ A-സ്റ്റാർ ഇത് ഞാൻ വാങ്ങിക്കുന്ന എറണാകുളത്തു നിന്നാണ്. ഞാനപ്പോൾ അതിൻ്റെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന്. ബീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അരി വർക്കിൻ്റെ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കുന്നത് ഞാൻ എറണാകുളത്ത് ബ്രോഡ്വേ എന്നാണ്. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യത്തെ ലെയർ നമ്മൾ ഷുഗർ ബീഡാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിലിപ്പോൾ യൂസ് ചെയ്യുന്ന ത്രെഡ് വന്നിട്ട് നോർമലാണ്. അപ്പോൾ ഞാൻ ആ ടൈമിലാണ് ഞാൻ നൈലോൺ ത്രെഡും കൂടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഈ വർക്കിൽ തന്നെ ഞാൻ നൈലോൺ ത്രെഡും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആദ്യത്തെ 3 ലെയർ നമ്മൾ ബീഡ്സ് ചെയ്തിട്ടുള്ളത്, ഷുഗർ ബീഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് വെച്ചിട്ടാണ്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ആദ്യമേ നൈലോൺ ത്രെഡൊക്കെ ഇട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ത്രെഡിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം നൈലോൺ ത്രെഡ് എന്ന് പറയുമ്പോൾ നല്ല എളുപ്പമാണ്, പക്ഷെ അത് കുറച്ചും കൂടി റിസ്ക് ആണ്. കാരണം നമ്മൾ തേക്കുന്ന ചില ആൾക്കാർ ഈ ബ്രൈഡൽ ബ്ലൗസ് തേക്കാറുണ്ട്. എങ്ങാനും അറിയാണ്ട് അതിൻ്റെ എന്താ പറയുക, ത്രെഡിലങ്ങനെ നൈലോൺ ത്രെഡിലങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ മൊത്തം അത് ഉരുകിപ്പോരും. പിന്നെ നമ്മുടെ ആ ബീഡ്സൊക്കെ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി പറഞ്ഞിട്ട് വേണം തയ്ക്കുന്ന ആൾക്കാരോട് തേക്കരുതെന്ന് പറയണം. അല്ലെങ്കിൽ ഒരു പേപ്പർ ഇട്ടിട്ട് സെക്യൂർ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള തുണിയോ എന്തെങ്കിലും ഇട്ടിട്ട് സെക്യൂർ ആയിട്ട് അത്രയും കെയർ ചെയ്ത് നോക്കുക. നോർമലി ഇങ്ങനത്തെ ബ്ലൗസുകളൊന്നും ആരും തന്നെ അങ്ങനെ തേക്കില്ല. വർക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നല്ലാണ്ട് വർക്ക് വരുന്ന പോർഷനിലൊന്നും ആരും തന്നെ അങ്ങനെ തേക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആദ്യം ഷുഗർ ബീഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 3mm ബീഡാണ് പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. 3mm ബീഡും പിന്നെ ഷുഗർ ബീഡും കൂടിയാണ് അടുത്ത ലൈനായിട്ട് നമ്മൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ 3mm ബീഡ് കൊടുക്കുക, അത് കഴിഞ്ഞ് ഷുഗർ ബീഡ് കൊടുക്കുക, പിന്നെ 3mm പിന്നെയും കൊടുക്കുക. 3mm എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെ 3mm 4mm അങ്ങനെ സൈസ് ഉണ്ട്. ഞാൻ അതിൽ ചെറിയതാണ് യൂസ് ചെയ്തത്. 3mm ആകുമ്പോൾ കുറച്ച് ചെറുതാണ്. 4mm വരുമ്പോൾ അടുത്ത സൈസിൻ്റെ വശമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സൈസും ഔട്ട്ലൈനും 5, 6 അങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു സെറ്റ് ഞാൻ ചെയ്യാൻ നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ഈ നൈലോൺ ത്രെഡ്. ഈ നൈലോൺ ത്രെഡ് എങ്ങനെയാണ് എന്താണെന്നൊന്നും കുറേ പേർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ കുറേ നാളുകളായി കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഈസിയാണ്. ഈ നെറ്റിൻ്റെ ഫാബ്രിക്കിലൊക്കെ നമ്മൾ നൂലിങ്ങനെ പൊന്തി നിൽക്കുന്ന കാണാറുണ്ട്, അതായത് ത്രെഡ് കാണാൻ പറ്റും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ അതിന് പകരം ഈ നൈലോൺ ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്നത് നമ്മുടെ 3mm വെച്ചിട്ടാണ്, നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ഈ ഒരു വർക്കിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റ് മാത്രം നമ്മൾ നൈലോൺ ത്രെഡാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്കിൻ്റെ ലുക്ക് വന്നിട്ട്.
അപ്പോൾ നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. ഞാൻ ഈ ഒരു നൈലോൺ ത്രെഡ് വാങ്ങിച്ചപ്പോൾ 50 രൂപയായിരുന്നു കേട്ടോ ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. സിമ്പിളാണ്, എളുപ്പമാണ് ചെയ്യാനായിട്ട്.